നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹത്തിന്റെ പല മേഖലകളിലേക്കും ഓപ്പറേഷൻ തൂഫാന്റെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടിരിക്കുന്നത് ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം കയറി റെയ്ഡ് നടത്തിയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ കണ്ടു, ഹോട്ടലുകളിലും അതുപോലെ തന്നെ ജിം കേന്ദ്രങ്ങളിലും സ്പാകളിലും തുടങ്ങി സ്കൂളുകൾക്ക് തൊട്ടടുത്തുള്ള പെട്ടിക്കടകളിൽ വരെ പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. മുന്തിയ ഹോട്ടലുകളിൽ വരെ കയറിയാണ് ഓപ്പറേഷൻ തൂഫാൻ ഇപ്പോൾ പോലീസ് വെടിപ്പായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ വലിയൊരു നിർദ്ദേശവും കൂടി രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതായത് മെഡിക്കൽ സ്റ്റോറുകൾ കേന്ദ്രീകരിച്ച് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതായത് കുറിപ്പടി പോലും ഇല്ലാതെ വേദന സംഹാരികളും സിറിഞ്ചുകളും ഒക്കെ വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് ചെറുപ്പക്കാർ. ഇതിന് അറുതി വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കടന്നിരിക്കുന്നത്. അതായത് ചെന്നിത്തല ഉത്തരവിട്ടിരിക്കുന്നത് ഡോക്ടർമാരുടെ കുറിപ്പടി ഇല്ലാതെ വേദന സംഹാരികളും സിറിഞ്ചുകളും നൽകുന്നത് അവസാനിപ്പിക്കണം എന്നാണ് സംസ്ഥാനത്തെ മെഡിക്കൽ ഷോപ്പുകൾക്ക് രമേശ് ചെന്നിത്തല മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നിയമ ലംഘനങ്ങൾ പോലീസിനെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതൊക്കെ മെഡിക്കൽ സ്റ്റോറുകളാണോ ഇത്തരത്തിൽ സംശയ നിഴലിലുള്ളത് അവിടങ്ങളിലേക്കൊക്കെ കയറി അന്വേഷണവും റെയ്ഡും നടത്തണമെന്നാണ് ചെന്നിത്തല ഉത്തരവിട്ടിരിക്കുന്നത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എല്ലാ മെഡിക്കൽ സ്റ്റോറുകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. കൊച്ചി അമൃത ആശുപത്രിയിൽ ഓപ്പറേഷൻ തൂഫാൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴായിരുന്നു മന്ത്രി ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും വ്യക്തമാക്കിയത്. ചടങ്ങിൽ പങ്കെടുത്ത ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിശേഷ ദിവസങ്ങൾക്ക് പിന്നാലെ കേരളത്തിൽ മദ്യത്തിനായി ചെലവഴിക്കുന്ന തുകയുടെ കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് അഭിപ്രായപ്പെട്ടു. സമൂഹത്തിന്റെ ആരോഗ്യകരമായ ഭാവിക്കായി ഇത്തരം പ്രവണതകളിൽ മാറ്റം വരേണ്ടതുണ്ടെന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. എന്തായാലും ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ പ്രമുഖരൊക്കെ ഉൾപ്പെട്ട സമൂഹത്തിന്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെ ഉള്ളവർ ആ വേദിയിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെയാണ് ഈ മെഡിക്കൽ സ്റ്റോറുകളുടെ കാര്യത്തിലും കൃത്യമായ നിലപാട് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, നമുക്കറിയാം, അദ്ദേഹം സമൂഹത്തിന്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും ശബ്ദമുയർത്തുന്ന ഒരാളാണ്. തിന്മകൾക്കെതിരെയും ലഹരി മാഫിയകൾ പോലെയുള്ള സംഘങ്ങൾക്കെതിരെയും ഒക്കെ ശക്തിയുക്തം നടപടിയെടുക്കുന്ന ആളാണ് ദേവൻ രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെയും വിലപ്പെട്ട നിർദ്ദേശം അത് സർക്കാർ മുഖവിലയ്ക്കെടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും ഈ മെഡിക്കൽ സ്റ്റോറുകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിലാണ് ഗുളികകളും സിറിഞ്ചുകളും ഒക്കെ ഈ ചെറുപ്പക്കാർ വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നത്. ഇതിൽ അതിമാരക രോഗങ്ങൾക്കുള്ള ഗുളികകൾ ഉൾപ്പെടെ ഈ ലഹരി സംഘങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഇവർക്ക് ലഹരി കിട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള, അതായത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ വരെയാണ് ലഹരിയുടെ അമിത ലഹരി കിട്ടുന്നതിന് വേണ്ടി ഈ സംഘങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതിനെല്ലാത്തിനും അറുതി വരുത്താൻ തന്നെയാണ് നീക്കം തുടങ്ങിയിരിക്കുന്നത്. നിസ്സാര വിഷയമല്ല ആഭ്യന്തര വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ട് പോകുമ്പോൾ വലിയ കയ്യടി കൊടുക്കണം. കാരണം മുൻ സർക്കാരിനെ നമ്മൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് കുറ്റപ്പെടുത്തുന്നത്? അതായത് 10 വർഷം ഭരിച്ചപ്പോൾ പിണറായി സർക്കാരിന് ചെയ്യാമായിരുന്നു ഇത്തരത്തിൽ മെഡിക്കൽ സ്റ്റോറുകൾ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദമുയർത്താമായിരുന്നു. പോലീസിനെ ഉപയോഗിച്ച് ഈ കേന്ദ്രങ്ങളിലൊക്കെ റെയ്ഡുകളൊക്കെ നടത്താമായിരുന്നു. പക്ഷേ പലപ്പോഴും ഈ ലഹരി സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പിണറായി സർക്കാരിന് പിഴവുകൾ സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ പിഴവെന്ന് പറയുമ്പോൾ ക്യാരിയർമാരെ കിട്ടുമ്പോൾ അവരിൽ അന്വേഷണം അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ മേൽത്തട്ടിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പോലീസ് തയ്യാറായിരുന്നില്ല. എന്നാൽ ആ ഒരു രീതിക്കാണ് ഇപ്പോൾ വലിയ മാറ്റവും പൊളിച്ചെഴുത്തും വന്നിരിക്കുന്നത്. ക്യാരിയർമാരിൽ നിന്ന് ഇതിൻ്റെ ഓരോ കണ്ണികളിലേക്കും അവരിൽ നിന്ന് ഇതിൻ്റെ തലയിലേക്ക് തന്നെ എത്തണമെന്നാണ് രമേശ് ചെന്നിത്തല ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് വെറും ഒരു രാഷ്ട്രീയം കളിയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇപ്പോൾ തന്നെ എത്രയോ പേരാണ് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഈ അറസ്റ്റിലായിരിക്കുന്നവരിൽ പ്രമുഖരുൾപ്പെടെ പലരുമുണ്ട്. ഈ നമ്മുടെ പൊതുമേഖലയിൽ, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ പ്രിവിലേജോടെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഈ ലഹരി സംഘങ്ങളിൽ പെട്ടവരായിരുന്നു എന്ന് ഈ ഓപ്പറേഷൻ തൂഫാനോട് കൂടിയാണ് നമുക്ക് വ്യക്തമായി തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് തന്നെ അറസ്റ്റിലായിരിക്കുന്നത് ഒരു അധ്യാപികയാണ്. അവർ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇന്നവരെ ആട്ടപ്പടലം തൂക്കിയെടുത്തിട്ടുണ്ട് പോലീസ്. അപ്പോൾ ഇത്തരത്തിൽ പലരുടെയും മുഖം മൂടികൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അതിന് വലിയ കയ്യടി കൊടുക്കണം ഓപ്പറേഷൻ തൂഫാൻ എന്ന ആഭ്യന്തര വകുപ്പിന്റെ ഈ മികച്ച പദ്ധതിക്ക്. മെഡിക്കൽ സ്റ്റോറുകൾ കേന്ദ്രീകരിച്ച് കൈമടക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത്തരത്തിലുള്ള മാരക ഗുളികകളും
സിറിഞ്ചുകളുമൊക്കെ യഥേഷ്ടം പലരിലേക്കും എത്തിയിരുന്നു. അതിന്റെ കണ്ണി കൂടിയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അറുത്തിരിക്കുന്നത്. ലഹരിക്കെതിരെ ജനകീയ പോരാട്ടത്തിന് ശക്തി പകരുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി പെരുമ്പാവൂരിന് പിന്നാലെ പായിപ്പാടും ശുദ്ധീകരിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടിറങ്ങാൻ പോകുകയാണ്. കോട്ടയം ജില്ലയിൽ ഏറ്റവും അധികം അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയായ പായിപ്പാട് ലഹരി വിൽപ്പനയും നടത്തുന്നത് വ്യാപകമാണ്. പരിശോധനകളോ വിവരങ്ങളോ ഇല്ലാതെ നിയമവിരുദ്ധമായി ദിനം പ്രതി ഒരുപാട് അതിഥി തൊഴിലാളികൾ ഇവിടെ എത്തുന്നുണ്ട്. നിരോധിത ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും കവലയിൽ വ്യാപകമാണ്. വിൽപ്പനയ്ക്കായി പ്രത്യേക സംഘങ്ങളുണ്ട്. കവലയിലെ ചില സ്പോട്ടുകളിലാണ് വിൽപ്പനക്കാർ ഇരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരള പോലീസിന്റെ പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പായിപ്പാട്ടെ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് മിന്നൽ പരിശോധനകൾ നടത്തിയിരുന്നു. ഇത്തരത്തിൽ നടത്തിയ പരിശോധനകളിൽ സമീപ ദിവസങ്ങളിൽ 10 കിലോയിലധികം നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. സ്ഥലത്തെ കഞ്ചാവ് വിൽപ്പനയിൽ പ്രധാനികളും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് ലഹരി കടത്ത് നടത്തുന്നത്. ഇതോടെയാണ് പെരുമ്പാവൂർ മോഡൽ ശുദ്ധീകരണവുമായി ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല തന്നെ നേരിട്ടെത്തുന്നത്. പെരുമ്പാവൂരിൽ ആഭ്യന്തര വകുപ്പ് സംഘടിപ്പിച്ച തൂഫാൻ ജാഗരൺ വലിയ വിജയമായിരുന്നു. പെരുമ്പാവൂരിലെത്തിയ രമേശ് ചെന്നിത്തല പരിപാടിയുടെ ഭാഗമായി കണ്ടന്തറ ഭായി കോളനി സന്ദർശിച്ച് പ്രദേശവാസികളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. തുടർന്ന് അതിഥി തൊഴിലാളികളുമായി മുഖാമുഖം സംഘടിപ്പിച്ചു. പ്രതിനിധികൾക്ക് തൂഫാൻ വാരിയർ ബാഡ്ജ് സമ്മാനിച്ച മന്ത്രി ഹിന്ദിയിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തിരുന്നു. തുടർന്ന് ജനപ്രതിനിധികളും സംസ്ഥാന പോലീസ് മേധാവിയും മറ്റു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഭായി കോളനി നിവാസികളുമായും തദ്ദേശവാസികളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി. പദ്ധതിക്ക് അതിഥി തൊഴിലാളികൾക്കിടെ വലിയ സ്വീകാര്യതയും ലഭിക്കുന്നുണ്ട്. പലരും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നുണ്ട്. പായിപ്പാട് നടക്കാൻ പോകുന്ന അതായത് ലഹരി വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും 28-ാം തീയതിയാണ് സംഘടിപ്പിക്കുന്നത്. ജില്ലാ പോലീസിന്റെയും തൃക്കൊടിത്താനം പായിപ്പാട് മാടപ്പള്ളി പഞ്ചായത്തുകളുടെയും ആഭിമുഖ്യത്തിലാണ് ലഹരി വിരുദ്ധ ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നത്. പായിപ്പാട് കൊച്ചുപള്ളി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന റാലി പായിപ്പാട് ടൗൺ ചുറ്റി സമാപിച്ചതിന് ശേഷം നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. ലഹരിക്കെതിരെ സംസ്ഥാനത്തെ 2ാമത്തെ സർക്കാർ പരിപാടിയാണ് പായിപ്പാട് നടക്കുന്നത്. ഏകദേശം 5000-ഓളം പേര് പങ്കെടുക്കുന്ന റാലിയിൽ 400-ഓളം ഇതര സംസ്ഥാന തൊഴിലാളികളും അണിചേരുമെന്നാണ് വിവരം. ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ഏറ്റവും പ്രധാനം തന്നെയാണ്. കാരണം ആഭ്യന്തര മന്ത്രി തന്നെ നേരിട്ടെത്തുകയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. അത് ജനങ്ങളിൽ കൂടുതൽ ഒരു ആർജവം ഉണ്ടാക്കും. മന്ത്രി തന്നെ തങ്ങളോടൊപ്പം നിന്ന് ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്നു എന്നുള്ള ആ ഒരു തോന്നൽ ജനങ്ങളിൽ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങൾക്കെതിരെ പോരാടാൻ ജനങ്ങൾക്ക് ഊർജം നൽകുന്നതാണ്. ഇത് മാത്രമല്ല, ഈ അതിഥി തൊഴിലാളികളിലേക്ക് ഉൾപ്പെടെ ഒരു മെസ്സേജ് എത്തേണ്ട ആവശ്യവും ഈ സമയത്തുണ്ട്. ലഹരി വിൽപ്പനയുമായി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പോലീസ് പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്നത്. ലഹരി മാഫിയകളെ തുരത്താൻ കേരള പോലീസും എക്സൈസ് വകുപ്പും സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് 50 നാൾ പിന്നിടുമ്പോൾ പിടിച്ചെടുത്തത് 729.85 കിലോ മയക്കുമരുന്നാണ്. ജൂൺ 2-ന് തുടങ്ങിയ വേട്ടയിൽ 6.3 കിലോഗ്രാം MDMA, 719 കിലോഗ്രാം കഞ്ചാവ്, 4.6 കിലോ ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പിടിച്ചെടുത്തത്. ലഹരി വേട്ടയിൽ 8436 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിൽ സമൂഹ സംഘടനകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികളും സജീവമാണ്. മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി 8711 ബോധവൽക്കരണ ക്ലാസുകളും 430 കൗൺസിലിംഗും സംഘടിപ്പിച്ചിട്ടുണ്ട്. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയിക്കാം. വിവരങ്ങൾ നൽകുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കും എന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്ത് എവിടെയെങ്കിലും ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ നമ്പറുകളിൽ അറിയിക്കുക. 9497979794 എന്ന നമ്പറിലേക്കും 9497927797 എന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് വിളിച്ചറിയിക്കാം. അല്ല, വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാനുമുള്ള സൗകര്യമുണ്ട്. 9959696666 എന്ന വാട്സാപ്പ് നമ്പറിലേക്കും നിങ്ങൾക്ക് വിവരങ്ങൾ അറിയിക്കാം. പക്ഷേ ഇപ്പോൾ ഒരു വലിയൊരു ആരോപണം വരുന്നത് ഈ ഒരു നമ്പർ കാര്യക്ഷമമല്ല എന്നുള്ള ഒരു വിമർശനം വരുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ വാട്സാപ്പ് നമ്പറിൽ നൽകുന്ന സന്ദേശങ്ങൾക്ക് പ്രതികരണം ഉണ്ടാകുന്നില്ല എന്ന പരാതി വ്യാപകമാണ്.
കൃത്യമായ വിവരങ്ങൾ കൈമാറിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കാത്ത കേസുകൾ ഉണ്ട് എന്നാണ് ഒരു പരാതിയായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. എന്നാൽ അതിലൊക്കെ പരിഹാരം ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് നമ്മളെ ഞെട്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂഫാൻ അറസ്റ്റ് ഉണ്ടായിരുന്നു. അത് വടകരയിൽ MDMA കേസിൽ പ്രതികളായ അധ്യാപികമാരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ പോലീസ് തുടങ്ങുകയാണ്. 2 അധ്യാപികമാരാണ് അറസ്റ്റിലായിരിക്കുന്നത്. കൂരാച്ചുണ്ട് സ്വദേശി കാവ്യ, മരുതോങ്കര സ്വദേശി കീർത്തന എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാൻ പോകുകയാണ്. ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇവർക്ക് മയക്കുമരുന്ന് രംഗത്തെ വൻ തോക്കുകളുമായി ബന്ധമുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. കൂരാച്ചുണ്ട് ചെറുകാട് കാപ്പുമുക്ക് വീട്ടിൽ കാവ്യയെ കഴിഞ്ഞ ദിവസമായിരുന്നു പോലീസ് പിടികൂടിയത്. ലഹരി കേസിൽ നേരത്തെ അറസ്റ്റിലായ അധ്യാപിക കീർത്തനയാണ് കാവ്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയത്. പേരാമ്പ്ര BRCയിലെ അധ്യാപികമാരായ ഇവർ 2 ആഴ്ചക്കിടെയാണ് പിടിയിലായത്. അറസ്റ്റിലായ ഉടൻ കീർത്തനയെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാവ്യയെയും പുറത്താക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെടും എന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന വിവരം. മയക്കുമരുന്ന് വാങ്ങാനെത്തുന്നവർ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് തവണകളായി പണം അയച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. QR കോഡ് സ്കാൻ ചെയ്താണ് പണം അയച്ചത്. പണം നൽകുന്നവർക്ക് എവിടെ എത്തിയാൽ ലഹരി കിട്ടും എന്നതിനെക്കുറിച്ചുള്ള ലൊക്കേഷനും ഇവർ അയച്ചു കൊടുക്കും. ഇങ്ങനെ മികച്ച ആസൂത്രണത്തോടെയാണ് ഇവർ ലഹരി ഇടപാട് നടത്തിയിരുന്നത്. വടകര, കുറ്റ്യാടി, നാദാപുരം മേഖലയിൽ നിരവധി യുവാക്കളും വിദ്യാർത്ഥികളും ഇവരുടെ ഇടപാടുകാരായി ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അധ്യാപികമാർ ലഹരി എത്തിച്ചു കൊടുത്തവരെയും കണ്ടെത്തേണ്ടതുണ്ട്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പോലീസ് പറയുന്നു. ലേഡി ഡോൺ എന്നാണ് ലഹരി സംഘങ്ങൾക്കിടയിൽ കീർത്തന അറിയപ്പെട്ടിരുന്നത്. ഒന്ന് ഓർത്തു നോക്കുക, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക, അവരുടെ പക്കൽ നിന്നാണ് MDMA പിടിച്ചെടുത്തിരിക്കുന്നത്. ലഹരി റാക്കറ്റിലെ ഒരു കണ്ണിയാണ് ഇവർ. ഇതാണ് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എന്തായാലും ഇതിന് ഒരു അറുതി വരുത്താൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഇറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.